നമുക്കെല്ലാവർക്കും ബന്ധങ്ങളുണ്ട്. അപ്പോൾ ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ നിലനിൽക്കുന്ന അവസ്ഥയാണ് ബന്ധം. കാരണം നിരന്തരം നമ്മൾ ബന്ധപ്പെട്ടിരിക്കുകയാണ്, അല്ലേ? അതിൽ നിന്ന് നമുക്ക് ഒരിക്കലും മാറാൻ പറ്റില്ല. അപ്പോൾ ഇതേ ബന്ധം തന്നെയാണ് നമ്മൾ മറ്റുള്ള എല്ലാവരുമായിട്ട് നമുക്കുള്ള ബന്ധം. അല്ലാതെ നമ്മൾ ഉണ്ടാക്കണ ബന്ധമല്ല. കാരണം ബന്ധമെന്ന് പറഞ്ഞാൽ രണ്ട് പേര് പരസ്പരം ബന്ധത്തിലാണെങ്കിൽ അവർ രണ്ട് പേർക്കും യാതൊരു രോഗങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാത്ത അവസ്ഥയെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇപ്പം ഞാനും നിങ്ങളുമാണ് ബന്ധപ്പെട്ട് കിടക്കണതെങ്കിൽ നമ്മുടെ ഇടയിൽ പ്രശ്നം രൂക്ഷമാവുന്നതിന് പകരം എന്തെല്ലാം പ്രശ്നങ്ങൾ നമുക്ക് ചെറുപ്പം തൊട്ട് നമ്മുടെ ഈ ശരീരത്തിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഞാൻ നിലനിന്നിരുന്ന അവസ്ഥയുമായിട്ട് എനിക്ക് ബന്ധമില്ലാതെ ചുറ്റുപാട് കാണുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നെ ഉപയോഗിച്ച്, അതായത് ഞാനൊരു വിത്തുകാളയായിട്ട് മാറി ഈ ശരീരത്തെ ഞാനെന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നല്ലാതെ മറ്റെന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അല്ലെങ്കിൽ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട് എന്നെ ഞാൻ ഉപയോഗിച്ച് എന്നുള്ളതാണ് തെറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പം നല്ലൊരു ബന്ധത്തിലാണെങ്കിൽ ഇത്രയും കാലം 50 വർഷം 100 വർഷം ആയിക്കോട്ടെ, ആ 100 വർഷത്തിൽ ഏതെല്ലാം സമയങ്ങളിൽ എന്നെ ഞാൻ ഒരു അതെ, നമ്മൾ വ്യഭിചാരം കൊണ്ടുവന്ന്, കാരണം എന്താ, നമ്മളെ മറ്റൊരു സുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ വിട്ടുകൊടുത്ത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് മണി മേക്കിംഗ്, ബിസിനസ് മേക്കിംഗ്, അല്ലെങ്കിൽ നല്ല സുഹൃത്തുക്കളെ കണ്ടെത്താൻ മദ്യപാനം, അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്സുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കുക, ഇങ്ങനെ എന്ത് കാര്യവും ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പം നമ്മളിൽ അഡൾട്രേഷൻ കൊണ്ടുവന്നു. കാരണം എന്താ, നമ്മൾ നിലനിൽക്കാൻ ഈ പറയുന്ന ആൾക്കാരെ ആവശ്യമുണ്ടെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച്. എന്തുകൊണ്ടാണ് തെറ്റിദ്ധാരണ എന്ന് വിളിക്കണേ? കാരണം നമ്മളായിട്ടുണ്ടാക്കിയ ഒന്നും നമ്മളെ കയ്യിലില്ല. അങ്ങനെയുള്ള നമ്മൾ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ആശ്രയിച്ച് കഴിഞ്ഞപ്പം നമ്മൾ മായം ചേർത്ത്. മറിച്ച് നമ്മൾ നിലനിൽക്കുന്ന അവസ്ഥ, ആ നിലനിൽക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ, നിരന്തരമുള്ള അവസ്ഥയാണ്, അല്ലേ? ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ സത്യസന്ധതയാണ്. കാരണം എന്താ, അത് നമ്മളോട് ഒന്നും ചോദിക്കണില്ല. കാരണം നമ്മൾ അതുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാലാണ് നമുക്ക് കിട്ടുന്നത് ഏറ്റവും വലിയ ആശ്വാസം. പക്ഷെ ആ തിരിച്ചറിവിൽ നിന്ന് നമ്മൾ മാറിയിട്ട് നമ്മൾ തെറ്റിലേക്ക് പോയി. തെറ്റെന്ന് പറഞ്ഞാൽ വീണ്ടും ഈ നിലനിൽക്കുന്ന അവസ്ഥയുമായിട്ടുള്ള ബന്ധം നമുക്ക് മിസ്സായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ചുറ്റുപാടിനെ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഭാര്യയും മക്കളും കുടുംബവും സമൂഹവും എല്ലാം രൂപപ്പെട്ടു വന്ന്. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? അച്ഛനും അമ്മയും പോലും അവർ ഈ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ രൂപം കൊണ്ടുവന്നു. പക്ഷെ അവരുടെ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട ആ അവസ്ഥയല്ല നമ്മൾ രൂപം കൊള്ളാനുള്ള കാരണം. ഈ പറയണ സത്യസന്ധത, അല്ലെങ്കിൽ അവരും നിലനിൽക്കുന്ന അവസ്ഥ. അവർ നിലനിൽക്കുന്നത് കൊണ്ടാണല്ലോ അവർക്ക് ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചത്. അപ്പം അവർ നിലനിൽക്കുന്ന അവസ്ഥക്കാണ് ഇമ്പോർട്ടൻ്റ്, അല്ലാതെ ആ വ്യക്തികൾക്കല്ല ഇമ്പോർട്ടൻ്റ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ വ്യക്തികൾക്ക് നിലനിൽക്കുന്ന അവസ്ഥയുമായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ടും അവരിലും മായമുള്ളത് കൊണ്ടും, അവരിലും സമൂഹം മായം ചേർക്കപ്പെട്ട അവരും നമ്മൾ തന്നെയാണ്, അല്ലേ? അല്ലാതെ നമ്മുടെ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞിട്ട് വേറെ പ്രത്യേക രീതിയിൽ ബിൽഡ് ചെയ്ത മനുഷ്യന്മാരാരും ഈ ലോകത്തില്ല. ഇനി ഗുരുവാണെങ്കിലും ശിഷ്യനാണെങ്കിലും ഒക്കെ ഇതേ ചോരയും ഇതേ തലയും മുടിയും മുഖവും ഉള്ള മനുഷ്യന്മാർ മാത്രമേ ഉള്ളൂ. അപ്പം അവരിലും മായം ചേർക്കപ്പെട്ടത് കൊണ്ട് അവർ നമ്മുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത്. നമ്മുടെ ഉത്തരവാദിത്തം അവരേറ്റെടുത്തപ്പോൾ എന്തായി, നമ്മൾ തമ്മിലൊരു ബന്ധം, എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ എന്നുള്ള ഭാഗത്തേക്ക് അവരും ഒരു ബന്ധം ഉണ്ടാക്കാൻ തുടങ്ങി. ആ ബന്ധം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അവരിൽ എന്ത് സംഭവിച്ച്, അവരിലും ഈ പറയുന്ന നിലനിൽക്കുന്ന അവസ്ഥയുമായിട്ടുള്ള ബന്ധം പോയി. അങ്ങനെയുള്ള ബന്ധം പോയി കഴിഞ്ഞാൽ
ഞാൻ നിലനിൽക്കണതെന്ന് ഞാൻ തീരുമാനിക്കണ മതവും ജാതിയും രാഷ്ട്രവും സമൂഹവും എല്ലാം മുന്നിൽ വരും. അപ്പോൾ നമുക്കെന്താവും, അതിൽ നിന്ന് പല രീതിയിൽ നമുക്ക് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ വിചാരിക്കും പുറത്ത് ബുദ്ധി ഉപയോഗിച്ചിട്ട് പല ഡിവിഷൻ ഉണ്ടാക്കി പല രീതിയിൽ പല കാര്യങ്ങൾ സ്വന്തമാക്കിയെന്ന് നമ്മുടെ ഉള്ളിൽ തോന്നൽ വരും. പക്ഷെ സംഭവിക്കണത് എന്താ, നമ്മൾ നിലനിൽക്കുന്ന അവസ്ഥയെ നമ്മൾ വെട്ടി കീറി മുറിച്ചിട്ട് ഈ പറയുന്ന ടെമ്പററി കാര്യങ്ങളിൽ നമ്മുടെ ജീവനെ കണ്ടെത്താനുള്ള ശ്രമം നമ്മൾ നടത്തുക, അല്ലെങ്കിൽ ജീവിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുക. നടക്കുമോ? ഒരിക്കലും നടക്കില്ല. അപ്പം നമ്മളുടെ ബന്ധം എന്ന് പറയുന്നത് ഞാൻ നിലനിൽക്കുന്ന അവസ്ഥ. അതെങ്ങനെയാണ് നിലനിൽക്കണത്? കണ്ടാ, ലോങ്റ്റ്യൂഡും ആറ്റിറ്റ്യൂഡും ആൾട്ടിറ്റ്യൂഡും ഒന്നും അതിന് മാഗ്നിറ്റ്യൂഡും ഒന്നും ബാധകമല്ല. എവിടെയാണെങ്കിലും നമ്മളിൽ നിരന്തരം ഈ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അവസ്ഥയെ ഓരോ വ്യക്തിയും അറിയുക എന്നുള്ളതാണ്. അതിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ അതിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യണ്ട. അപ്പം മറ്റുള്ളവർ അതിൽ നിർത്തിയിട്ടുള്ള ഓഫറുകൾ നമുക്ക് തരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ ഈ പറയുന്ന വ്യഭിചാരമാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ നിലനിൽക്കുന്ന അവസ്ഥ മറ്റൊരാൾ നമുക്ക് പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ 1500 2000 വർഷം മുമ്പ് എഴുതിയ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ട് നമ്മൾ അതുപോലെ കൊണ്ട് നടക്കാൻ പോണ്. ഏ നമ്മളെ കൊണ്ട് നടക്കുന്ന ഒരവസ്ഥ നമ്മളിലുണ്ട്, എല്ലാവരിലില്ലേ? നേരത്തിന് ഭക്ഷണം കഴിക്കണ്, വെള്ളം കുടിക്കണ്, കിടന്നുറങ്ങണ്, അതേപോലെ ഈ ശ്വാസം പ്രവർത്തിക്കണ്, ആളുകളുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ, ഇതൊന്നും നമ്മൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ ഒരു ശരീരത്തിൻ്റെ പുറകെ, അല്ലെങ്കിൽ ഒരു ചിന്തയുടെ പുറകെ, അല്ലെങ്കിൽ ഒരു ഐഡിയയുടെ പുറകെ, ഒരാശയത്തിൻ്റെ പുറകെ ഓടി നടക്കുമ്പോൾ നമ്മൾ നിലനിന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയെ കംപ്ലീറ്റ് നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യണം. എന്നിട്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ തളർന്നു പോവാണ്. എന്തുകൊണ്ടാണ് തളരുന്നത് നമുക്കറിയുന്നില്ല. കാരണം എന്താ, ജീവിക്കണ മനുഷ്യരുമായിട്ട് നമുക്ക് ബന്ധമില്ല, ആർക്കുമില്ല. നമ്മുടെ മാതാപിതാക്കൾക്കില്ല. കാരണം അവരെല്ലാം മറ്റ് പലതിൻ്റെയും റെപ്രസെൻറ്റേറ്റീവുമാരായി മാറി, അല്ലെങ്കിൽ സമൂഹത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആൾക്കാരായി മാറി. സമൂഹം നമുക്ക് വേണം, രാജ്യം നമുക്ക് വേണം, മതം നമുക്ക് വേണം. പക്ഷേ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ഈ നിലനിൽക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ്. ഞാനില്ലാതെ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സുഹൃത്തിന് വേണ്ടിയിട്ട് ചാവാൻ റെഡിയാണെന്ന് പറയണ്, അല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതൽ ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കണമെന്ന് പറയണ്, അവരെ സ്നേഹിച്ചിട്ട് ഞാൻ ഡിപ്രഷനിലേക്ക് പോയി, അല്ലെങ്കിൽ എനിക്ക് പ്രോബ്ലമാണ് കിട്ടിയതെന്ന് പറയണ്, ഇതെല്ലാം വിഡ്ഢിത്തമാണ്. മനസ്സിലായ? കാരണം നമ്മളെ അവസ്ഥ നമ്മൾ തിരിച്ചറിയാതെ നമ്മൾ എന്തിൻ്റെ പുറകെ പോയി കഴിഞ്ഞാലും അതിനെ നമ്മൾ ആശ്രയിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് പണി കിട്ടുന്നത്. ഇപ്പം നമ്മളൊരാൾക്ക് പൈസ കടം കൊടുത്ത് ഇത് മേടിച്ച ആള് വളരെ ബുദ്ധിമുട്ടിയാവും മേടിച്ചിട്ടുണ്ടാകുക. പക്ഷെ അത് കൊടുക്കാൻ തുനിഞ്ഞ നമ്മളിൽ ചില ആഗ്രഹങ്ങൾ സംഭവിച്ചുകൊണ്ടാണ് നമ്മളത് കൊടുത്ത്. മനസ്സിലായി? അവനെ സഹായിക്കാനാണെങ്കിലും അത് നമ്മളിൽ നമുക്ക് ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ് പിന്നീട് ആ പൈസ തിരിച്ച് കിട്ടാതാവുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കാരണം ആ വ്യക്തിയോട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് തിരിച്ചു കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ നിലനിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഈ പൈസൻ്റെ പുറകെ നമ്മൾ ജീവിതം കളയേണ്ട കാര്യമില്ല. ഇനി അത് കളഞ്ഞേ പറ്റൂ, അടിയുണ്ടാക്കി മേടിച്ചേ പറ്റൂ, ഓക്കെ, മേടിച്ചു നോക്കും. എന്നിട്ട് അത് കിട്ടിയിട്ടുള്ള അവസ്ഥ എന്താണെന്ന് പരിശോധിക്ക്. ഇതെല്ലാം നമുക്ക് സിമ്പിളായിട്ട് കാണാൻ പറ്റും. ദർ ഈസ് നോ സീക്രട്ട്. ഇതിലൊരു സീക്രട്ടും ഇല്ല. മനസ്സിലായ? രഹസ്യ സ്വഭാവത്തിലുള്ള ഒന്നുമില്ല. പക്ഷെ എന്താണ് സംഭവിക്കുന്നത്? ശ്രദ്ധ അങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കണില്ല. ഇപ്പോൾ ഒരു വേദന വരുമ്പം ആ വേദനയിൽ നിന്ന് ഓടാനാണ് നമ്മൾ നോക്കുന്നത്. മറിച്ച് എന്തുകൊണ്ട് ആ വേദന വന്നു, എവിടെയാണ് എന്നിൽ ഞാൻ മായം ചേർത്തതെന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായ അവസ്ഥ കിട്ടും. ഈ മായം ചേർത്തത് കണ്ടെത്താനുള്ള ഏറ്റവും എളുപ്പമാർഗം നമ്മൾ വളരെ പീസ് ആൻഡ് കാമായിട്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ എന്നുള്ളൊരവസ്ഥയാണ്. കാരണം അതിൽ നമ്മൾ കൊടുക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ നിലനിൽക്കാൻ കാരണമായ അവസ്ഥയുമായിട്ട് മാത്രമുള്ള ബന്ധം, ചുറ്റുപാടായിട്ടൊരു ബന്ധമില്ല. കാരണം
ഈ അവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് ചുറ്റുഭാഗത്തിന് ഡീൽ ചെയ്യണ്. അല്ലാതെ ചുറ്റുഭാഗത്ത് ഡീല് ചെയ്തിട്ട് ഓ ശ്വാസമല്ലേ അതെങ്ങനെയെങ്കിലും നടക്കും, ഭക്ഷണമല്ലേ അത് എവിടുന്നെങ്കിലും കിട്ടും, ഭക്ഷണമല്ലേ അതെങ്ങനെയെങ്കിലും കഴിച്ചാൽ മതി, അങ്ങനെയല്ല. ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെയും ഡീൽ ചെയ്യണ്. അപ്പോൾ എന്താണ്, അവനവൻ്റെ അവനവനിൽ പ്രവർത്തിക്കുന്ന ശക്തിയെ വിട്ടിട്ട് മറ്റൊരാൾക്ക് നമ്മളെ പണയം വെക്കുന്ന ഒരു ഭാഗമില്ല. അപ്പൊ തന്നെ ജീവിതം വേറെ ലെവലാണ്. മനസ്സിലായ? ഇതെന്താ ചെയ്യണത്? ചില സുഖങ്ങൾക്ക് വേണ്ടിയിട്ട്, രാത്രി കൂടെ കിടക്കാൻ വേണ്ടിയിട്ട്, കിടക്കുമ്പോൾ ഒന്ന് കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലൈംഗികമായിട്ട് ചില സുഖങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ച് പണത്തിൻ്റെ ഭാഗത്ത്, അല്ലെങ്കിൽ കുറച്ച് സ്വത്തിൻ്റെ ഭാഗത്ത്, ഇങ്ങനെ എല്ലാവരും അവനവനെ പണയം വെച്ചിട്ടാ. കാരണം അവനവനെന്ന് പറയണത് ഒന്നുമില്ല. അവനവൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഉണ്ടാക്കിയ, അതും ഈ പ്രപഞ്ചത്തിൽ നിലനിന്ന് നശിച്ചു പോണ കാര്യങ്ങളെ പുറകെ അവനവനെ നശിപ്പിക്കണം. എങ്ങനെയുണ്ട്? അതാണ് ഇതിൻ്റെ കോമഡി. അപ്പോൾ ഇത് നമ്മൾ പറയുമ്പം ഇത് പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നവരുണ്ടാവും, ഇത് പറയുന്നത് പൊട്ടത്തരാണെന്ന് തോന്നുന്നുണ്ടാവും. രണ്ടുപേരും ഒരേപോലെ പൊട്ടന്മാരാണ്. മറിച്ച് ഇങ്ങനെ ഒരാൾ പറയുമ്പം എന്നിലും ഇതുപോലത്തെ ഒരു ജീവൻ പ്രവർത്തിക്കുന്നുണ്ടല്ല, ഞാൻ എവിടെയെല്ലാമാണ് എന്നെ അടിയറവ് വെച്ചത്, അല്ലെങ്കിൽ എവിടെയെല്ലാമാണ് ഞാൻ സുഹൃത്തുക്കളെന്നും സഹോദരങ്ങളെന്നും കുടുംബമെന്നും പറഞ്ഞിട്ട് എൻ്റെ സ്വസ്ഥതയെ ഞാൻ നശിപ്പിക്കണത്. കാരണം ഈ അവസ്ഥ, നിലനിൽക്കുന്ന അവസ്ഥ അറിയാത്തവരുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ കുട്ടീനോട് സ്നേഹം തോന്നിയിട്ട് നമുക്ക് നീന്തം അറിയാതെ വെള്ളത്തിലിറങ്ങിയിട്ട് അവനെ നീന്തം പഠിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും? കരയിലിരുന്ന് പറഞ്ഞു കൊടുക്കുക. പക്ഷെ വെള്ളത്തിലിറങ്ങിയിട്ട് ഓ ഇതെൻ്റെ കുട്ടിയാണ്, എൻ്റെ മോനാണ്, അല്ലെ എൻ്റെ അമ്മയാണ്, അച്ഛനാണെന്നും പറഞ്ഞിട്ട് അവരെയും കൊണ്ട് പുഴയിലേക്ക് ചാടിയാൽ എങ്ങനെ ഉണ്ടാവും? രണ്ടുപേരും ചത്തുപോകും. മനസ്സിലായോ? അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഓരോരുത്തരും എങ്ങനെയാണ് നിലനിൽക്കുന്നതെന്ന് കാണാൻ പറ്റും. മനസ്സിലായോ? ഒരു രോഗവും ഇല്ലാതെ എന്തെല്ലാം രോഗങ്ങളുണ്ടോ ആ രോഗങ്ങളെല്ലാം മാനേജ് ചെയ്യാനുള്ള ഒരു ഒരു ലൈഫ് ഫോഴ്സ് നമുക്ക് കണക്ഷനിൽ കിട്ടും. പിന്നെ നമ്മൾ ഭയങ്കര ഫ്രീയാ, എല്ലാവർക്കും അനുവദിച്ചതല്ലേ. ദർ ഇസ് നോ ഡിസ്റ്റർബൻസ് ഫോർ നോ ബഡി. ആഹാ.